ദൈവത്തിന് സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമേ നന്ദി. ദൈവമേ സ്തുതി. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചു. അവിടുത്തെ ഛായ, അവിടുത്തെ സാദൃശ്യം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ്. അങ്ങനെ ദൈവം തന്റെ സർവമഹത്വവും നമുക്ക് പ്രദാനം ചെയ്തു. ആത്മീയ ജീവൻ നൽകി നമ്മളെ. എങ്കിലും നമ്മൾ ആ സ്നേഹം മറന്ന് ധൂർത്തപുത്രനെ പോലെ പിതാവിന്റെ ഭവനത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. പലപ്പോഴും ലോകത്തിന്റെ പിന്നാലെ ദൈവം നമുക്ക് നൽകിയ വിശുദ്ധി, ആ സ്നേഹമൊക്കെ മറന്ന് നമ്മൾ പലപ്പോഴും പന്നിക്കുഴികളിൽ പോയി അകപ്പെടാറുണ്ട്. പന്നിക്കുഴിയിലായിരിക്കുമ്പോൾ ധൂർത്തപുത്രന് സുബോധമുണ്ടായി. അവൻ പിതാവിന്റെ ഭവനത്തെക്കുറിച്ച് ചിന്തിച്ചു. ഒരു കൂട്ടം മനുഷ്യര് ഇങ്ങനെയായിരിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയാതെ ആ അനുഗ്രഹങ്ങളെ പ്രതി അഹങ്കരിച്ച് മറ്റു മനുഷ്യരെ പൂജിച്ച് ജീവിക്കുന്നു. ഈശോ അങ്ങനെയുള്ളവരെ കുറിച്ച് നമ്മോട് പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തില് ഈശോ ഇപ്രകാരം നമ്മോട് പറയുന്നു. 2 പേർ പ്രാർത്ഥിക്കാനായി ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫരിസേയനും മറ്റേയാൾ ചുങ്കക്കാരനും. ഫരിസേയൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഞാൻ പാപികളും അക്രമികളും മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നു. ഞാൻ അധ്വാനിക്കുന്നതിന്റെ മുഴുവൻ ദശാംശം സമർപ്പിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ പാപിയായ ചുങ്കക്കാരൻ ദേവാലയത്തിന്റെ ഏറ്റവും പുറകിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ. ഈശോ പറയുന്നു, ഈ 2 പേരിൽ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടു എന്ന്. എങ്കില് സഹോദരങ്ങളെ, നമുക്ക് ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്താം. ആ ധൂർത്തപുത്രന്റെ മനോഭാവത്തോടെ, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് നമുക്ക് ഉറക്കെ പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കരുണയ്ക്കായി കേഴാം. ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് കർത്താവിന്റെ കരുണയ്ക്കായി യാചിക്കാം. പാപത്തിൻ നീർച്ചെങ്കടലിൽ നിന്നവനെന്നെ ഉയർത്തി. പാപത്തിൻ നീർച്ചെങ്കടലിൽ നിന്നവനെന്നെ ഉയർത്തി. വെൺകച്ചയാലെന്റെ ശിരസിങ്കൽ നിന്നവൻ പാപനീർത്തുള്ളികൾ തുടച്ചെടുത്തു. വെൺകച്ചയാലെന്റെ ശിരസിങ്കൽ നിന്നവൻ പാപനീർത്തുള്ളികൾ തുടച്ചെടുത്തു. കരുണയ്ക്കായി കേഴുന്നു എൻ ദൈവമേ, ഏഴയാമെന്നിൽ കനിയണമേ. കരുണയ്ക്കായി കേഴുന്നു എൻ യേശുവേ,
എന്നിൽ അലിവേഗണേ. കരുണയ്ക്കായി കേഴുന്നു എൻ ദൈവമേ, ഏഴയാമെന്നിൽ കനിയേണമേ. കരുണയ്ക്കായി കേഴുന്നു എൻ യേശുവേ, എന്നിൽ അലിവേഗണേ. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു എന്നത് വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല. അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വപുത്രനെ ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്തു എന്നതാണ് വലിയ കാര്യം. ഈശോ ഭൂമിയിലേക്ക് വരികയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കുരിശിൽ അവസാന തുള്ളി ചോര വരെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ചിന്തിക്കൊണ്ട് പിതാവിന്റെ തിരുവിഷ്ടം നിറവേറ്റിയെങ്കിൽ ദൈവമക്കളായ നമ്മളും ഭൂമിയിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നത് പിതാവിന്റെ ഹിതം നിറവേറ്റുവാനാണ്. എന്താണ് പിതാവിന്റെ ഹിതം? മറ്റുള്ളവരെ സ്നേഹിക്കുക, അവർക്ക് നന്മ ചെയ്യുക, അവർക്ക് വേണ്ടി ജീവിക്കുക. കുടുംബത്തിലെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി മുറിച്ചു കൊടുക്കപ്പെടുമ്പോൾ, വൈദികൻ ഇടവക ജനത്തിന് വേണ്ടി മുറിച്ചു കൊടുക്കപ്പെടുമ്പോൾ, മാതാപിതാക്കള് മക്കൾക്ക് വേണ്ടി മുറിച്ചു നൽകപ്പെടുമ്പോൾ അവിടെ അവര് കുരിശിലെ സ്നേഹത്തിന്റെ ബലിയാണ് സമർപ്പിക്കുന്നത്. ഇങ്ങനെ സ്നേഹത്തിന്റെ ബലി അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ നിന്നും ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. ഈശോയെ പോലെ നമ്മുടെ ദൗത്യം നമ്മൾ പൂർത്തീകരിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരേണ്ടവരാണ്. അതിനുവേണ്ടി നമുക്ക് അധ്വാനിക്കാം. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണുള്ളത്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ദൈവപുത്രനെ സ്വന്തമാക്കിയവനാണ് ജീവൻ. നിത്യജീവൻ അവിടുന്ന് നമുക്ക് നൽകി. ദൈവം നമ്മെ സ്വന്തമാക്കി. ദൈവത്തെ നമ്മൾ തിരിച്ചു സ്വന്തമാക്കണം. എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ സ്വന്തമാക്കുവാൻ സാധിക്കുക? ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുമ്പോഴാണ്, ദൈവത്തിന്റെ ഹിതം നിറവേറ്റുമ്പോഴാണ് നമ്മൾ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നത്. ദൈവത്തിന്റെ കൽപ്പന എന്താണ്? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. എന്താണ് സ്നേഹം? സ്നേഹം ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുക എന്ന് തന്നെയാണ്. അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ കൽപ്പനയും അവിടുത്തെ ഹിതവും നിറവേറ്റി കഴിയുമ്പോൾ നാം അവിടെ ആവശ്യപ്പെടുന്നതെന്തും അവിടുന്ന് നമ്മൾക്ക് നൽകും. കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടുത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുമെന്ന് നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞുവെന്ന് നമുക്കറിയാം. സഹോദരങ്ങളെ, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ്, എത്ര വലിയ കരുതലാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ദൈവം നമ്മെ സ്വന്തമാക്കിയിരിക്കുന്നു. നാം അവിടുത്തെ സ്വന്തമാക്കി കഴിയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവിടുന്ന് നമ്മെ സഹായിക്കും. ആ നല്ല ദൈവത്തെ നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തി ഹൃദയം തുറന്ന് സ്തുതിക്കാം സഹോദരങ്ങളെ. ഹല്ലേലൂയ. ദൈവമേ നന്ദി. ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ മരിച്ച നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ലോകത്തിലെ സകലതും കർത്താവേ അങ്ങേക്ക് വേണ്ടി ത്യജിച്ചുകൊണ്ട് അങ്ങയുടെ പിന്നാലെ വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, കർത്താവേ നന്ദി. നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഓരോ സ്തുതിയും ദൈവമേ അങ്ങേ തിരുനാമത്തിനാ, ഓരോ സ്തോത്രവും യേശുവേ അങ്ങേ പ്രിയനാമത്തിനാ, ഓരോ സ്തുതിയും ദൈവമേ അങ്ങേ തിരുനാമത്തിനാ, ഓരോ സ്തോത്ര
യേശുവേ, ഞങ്ങളിൽ വാഴുന്ന ദൈവമേ, സ്തുതികളിൽ ഉന്നതനാം യേശുവേ, ഞങ്ങളിൽ വാഴുന്ന ദൈവമേ, ഇപ്പോഴും എപ്പോഴും ഏതേതു നേരവും ആരാധന നിനക്കാരാധന, ഇപ്പോഴും എപ്പോഴും ഏതേതു നേരവും ആരാധന നിനക്കാരാധന. ഓരോ സ്തുതിയും ദൈവമേ അങ്ങേ തിരുനാമത്തിനാ, ഓരോ സ്തോത്രവും യേശുവേ അങ്ങേ പ്രിയനാമത്തിനാ. ഇന്നു നീ ഞങ്ങൾക്കു തന്നൊരീ ദാനങ്ങൾ എത്ര പറഞ്ഞാലും നന്ദി പോരാ. ഇന്നു നീ ഞങ്ങൾക്കു തന്നൊരീ ദാനങ്ങൾ എത്ര പറഞ്ഞാലും നന്ദി പോരാ. ഇന്നെന്റെ ജീവനിൽ നീ തന്ന നന്മകൾക്കെന്തു ഞാനെങ്കിലും പോരനാഥ. ഇന്നെന്റെ ജീവനിൽ നീ തന്ന നന്മകൾക്കെന്തു ഞാനെങ്കിലും പോരനാഥ. സ്തുതികളിൽ ഉന്നതനാം യേശുവേ, ഞങ്ങളിൽ വാഴുന്ന ദൈവമേ, സ്തുതികളിൽ ഉന്നതനാം യേശുവേ, ഞങ്ങളിൽ വാഴുന്ന ദൈവമേ, ഇപ്പോഴും എപ്പോഴും ഏതേതു നേരവും ആരാധന നിനക്കാരാധന, ഇപ്പോഴും എപ്പോഴും ഏതേതു നേരവും ആരാധന നിനക്കാരാധന. ഓരോ സ്തുതിയും ദൈവമേ അങ്ങേ തിരുനാമത്തിനാ, ഓരോ സ്തോത്രവും യേശുവേ അങ്ങേ പ്രിയനാമത്തിനാ. അനുഗ്രഹം കൊണ്ടെന്നെ നിറച്ചൊരൻ ദൈവമേ, ആർത്തുപാടി ഞാൻ സ്തുതിച്ചിടുന്നു. അനുഗ്രഹം കൊണ്ടെന്നെ നിറച്ചൊരൻ ദൈവമേ, ആർത്തുപാടി ഞാൻ സ്തുതിച്ചിടുന്നു. നിത്യനാം ദൈവമേ, ശക്തനാം ദൈവമേ, നിത്യവും നിത്യവും ആരാധന. നിത്യനാം ദൈവമേ, ശക്തനാം ദൈവമേ, നിത്യവും നിത്യവും ആരാധന. സ്തുതികളിൽ ഉന്നതനാം യേശുവേ, ഞങ്ങളിൽ വാഴുന്ന ദൈവമേ, സ്തുതികളിൽ ഉന്നതനാം യേശുവേ, ഞങ്ങളിൽ വാഴുന്ന ദൈവമേ, ഇപ്പോഴും എപ്പോഴും ഏതേതു നേരവും ആരാധന നിനക്കാരാധന.